ഹോട്ടലിൽ കിടന്ന് 3 ബിസിനസ്സുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് IPC 307 നിയമപ്രകാരം പ്രതികളായ കൃഷ്ണൻ നായർ മകൻ തങ്കപ്പനെയും കുര്യച്ചൻ മകൻ തോമസിനെയും 3 വർഷത്തേക്ക് കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൊച്ചേട്ടന് അമ്മയ്ക്ക് സ്ഥിരമായിട്ട് വരാറുള്ള വയറുവേദന ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണ്. കുഞ്ഞുമൈദ്യരുടെ കഷായം കഴിച്ചിട്ട് ഒരു കുറവുമില്ല. എറണാകുളത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് കൊച്ചേട്ട? പൈസയ്ക്കും ബുദ്ധിമുട്ടാ. ചേട്ടന്റെ കൂടെ തന്നെ ശിക്ഷിക്കപ്പെട്ട ആളല്ലേ പാതിരാ തങ്കപ്പൻ ചേട്ടൻ. അങ്ങേര് പരോളിൽ വന്നല്ലോ. ചേട്ടനും ഒന്ന് പരോളിന് ശ്രമിച്ചുകൂടെ? ഉടനെ വേണം. അമ്മയും ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു എപ്പോഴും കരയും. ചേട്ടന് അസുഖമൊന്നുമില്ലല്ലോ എന്ന്. കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം അനിയത്തി മേരിക്കുട്ടി. അമ്മയ്ക്ക് അസുഖമാണ് എന്ന മാനുഷിക പരിഗണന മാത്രം ഓർത്തല്ല തനിക്ക് ഞാൻ ഈ പരോൾ അനുവദിക്കുന്നത്. 6 മാസം മുമ്പ് പരോളിൽ പോയി ഇനിയും മടങ്ങി വരാത്ത തന്റെ കൂട്ടുപ്രതിയായ പാതിരാ തങ്കപ്പനെ പിടിക്കാൻ സഹായിക്കാമെന്ന് താൻ വാക്ക് തന്നല്ലോ. ഉവ്വ് സർ. ആ തെണ്ടി അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തൊരപ്പൻ തോമെന്നല്ല സർ. ഒരാഴ്ചയാണ് തനിക്കുള്ള പരോൾ. തന്റെ ദൗത്യത്തിൽ താൻ വിജയിച്ചതായി കണ്ടാൽ ശിക്ഷയുടെ കാലാവധിയിൽ 6 മാസം കുറവുണ്ടായിരിക്കും. ശരി സർ. നമസ്കാരം സാർ. മിസ്റ്റർ തൊരപ്പൻ, I am Circle Inspector D'Souza, Vincent D'Souza. ഗുഡ് മോർണിംഗ്. അതിന്റെ ആവശ്യമില്ല. നിന്റെ ഗുഡ് മോർണിംഗ് വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്ന് അറിയാമോ? സാറ് പറഞ്ഞല്ലോ വിൻസെന്റ് ഡിസൂസ. ഡിസൂസ സാർ. അതല്ല എന്റെ ജോലി. സർക്കിൾ ഇൻസ്പെക്ടർ. സോ അതല്ല. പിന്നെന്താണ് സാർ? മൈ മിഷൻ, എന്റെ ദൗത്യം. ഈയിടെയായി പരോളിൽ പോകുന്ന പ്രതികളിൽ 50% മടങ്ങി വരാറില്ല. തന്റെ കൂട്ടുകാരൻ പാതിരാ തങ്കപ്പൻ ഉൾപ്പെടെ. തന്നെ പോലെ പരോളിൽ പോയിട്ട് മുങ്ങുന്ന കള്ളന്മാരെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ വീണ്ടും ജയിലറയ്ക്കുള്ളിൽ തള്ളാൻ വേണ്ടി സർക്കാർ പ്രത്യേകമായി നിയമിച്ചിരിക്കുകയാണ് എന്നെ. അയ്യോ സാർ, ഞാനങ്ങനെ മുങ്ങിയൊന്നുമില്ല. കൃത്യമായിട്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ചെത്തും. ആ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. നിന്നെ കണ്ടാൽ അറിയാം. പക്ഷെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും. ഓക്കെ, സീ യു. വിൻസെന്റ് ഡിസൂസ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. വഞ്ചന കാണിച്ചാൽ അനുഭവം ഇതിലും ക്രൂരമായിരിക്കും. പൊക്കോ. താൻ എന്തിനാണോ അവനെ വെറുതെ വാരിയിട്ട് അലക്കിയത്? അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ അവന്മാരെയൊക്കെ കൈ കിട്ടണ്ടേ? ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരെണ്ണം കൊടുത്തു എന്ന് മാത്രം. ഈ ശിക്ഷയുടെ വേദന ഓർത്താൽ പിന്നെ അവനിനി തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല. അതാണ് എന്റെ രീതി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നന്ദേട്ടാ, കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ ലാത്തി ചാർജ് ചെയ്ത ഒരു പോലീസ് ഇൻസ്പെക്ടറോടുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയത്. അതുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ. സോറി, പറ്റിയോ?
കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക്. ഡോ രാവിലെ തന്നെ തള്ളക്ക് വിളിക്കാടോ. ഡോ തന്റെ പന്ന പറട്ട ലൊക്കട വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല. തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനിക്ക്. പെട്രോളിന് വില കൂടിയപ്പോ പാം ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവനല്ലടോ താൻ. എടാ തെണ്ടി, നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടുകൂടെ. അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊള്ളും, അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളും. വണ്ടി വിൽക്കലല്ല, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി. തന്റെ വണ്ടി ഈ കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പ് റിപ്പയർ ചെയ്യുന്നില്ല. ഫ്രോഡ് വേല എന്നോട് കാണിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ ബെൻസ്, ടയോട്ട, ഇസൂസു ഒക്കെ ക്യൂ നിൽക്കുക. ക്യൂ 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 ക്യൂ. മനസ്സിലായോ? ആ എടാ അന്തരോ, ഇങ്ങോട്ട് വാടാ. എടാന്നോ? എടാ കൊച്ചുണ്ണി, തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. കൊച്ചുണ്ണി മുതലാളി എന്ന് വിളിയടാ. മുതലാളി മുതലാളി, തൊഴിലാളി തൊഴിലാളിയുമാണ്. താൻ കുറെ ദിവസമല്ല വണ്ടി ചരച്ചോണ്ടിരിക്കുന്നു. ഒരു പണിയും നടക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വേഗം ജോലി ചെയ്യടോ. വാങ്ങ ഉണ്ട് മടുത്തോനോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോനോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. ചത്തോ? തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കൊച്ചുണ്ണി മുതലാളി. അതൊക്കെ പണ്ട്. ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ മുതലാളിത്തമേ നടക്കൂ. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും. നിന്നോടും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ. ഏത് വായനാണാവോ കളി കണ്ട്? ഈ കഴുതക്കുട്ടി കൊച്ചുണ്ണിനെ തന്നെ. വരണം സാർ, ഇരിക്കണം സാർ. എവിടുന്നാ? എടാ അന്തരുവേ. എന്താണോ കൊച്ചുണ്ണി? അല്ല മുതലാളി, സാറിനൊരു സ്പെഷ്യൽ ടീ. നിങ്ങളാണല്ലേ എന്റെ ഉടമസ്ഥൻ? അതെ, കൊച്ചുണ്ണി, കോട്ടയം കൊച്ചുണ്ണി എന്ന് പറയും. ഞാൻ വളരെ ഫേമസ് ആണ് സാർ. സാറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? ഇഞ്ചിമണി, പാച്ചൂർ, റീബോറി? ഇല്ല, അതൊന്നുമില്ല. മദ്രാസ് വരെ ഓടിച്ചു ഒരു ബുദ്ധിമുട്ട്, ആഹാ. ചെറിയൊരു മിസ്സിംഗ്. ചെറിയൊരു മിസ്സിംഗ്. എടാ അന്തരുവേ, ചായ വേണ്ട. വലിയ ഉപകാരം. കുറഞ്ഞത് 6 ദിവസമെങ്കിലും വേണ്ടി വരും. മാക്സിമം 2 days. എന്ത് വണ്ടിയാ? സ്റ്റാൻഡേർഡ് 2000. കഴിയുന്ന വേഗം കിട്ടണം. സ്റ്റാൻഡേർഡ് 2000 അല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത 5000 ഈ കൊച്ചുണ്ണിയുടെ കൈ കിട്ടിയാൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കും, ഇല്ല സ്റ്റാൻഡേർഡ് വരുത്തിയിടും. ഇതാണ് എന്റെ മദ്രാസ് അഡ്രസ്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് മദ്രാസിൽ എത്തിച്ചു തരണം. ഡ്രൈവർമാരുണ്ട്, പക്ഷെ ആരും വിശ്വസ്തരല്ല. ബുദ്ധിമുട്ടാണ്. ഇത് 5000 രൂപയുണ്ട്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ഉണ്ട് സാർ, വിശ്വസ്തരേ ഉള്ളൂ. വണ്ടി മദ്രാസിൽ എത്തിയാൽ 5000 കൂടി. എടാ അന്തരു, സാറിന് ഒരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ. വേണ്ട. വേണ്ടാന്ന് എന്റെ വർക്കർ